പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ടേമുകളിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് വൻ പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകുകയും ചടയമംഗലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു ധാരണ. ഈ ധാരണ പ്രകാരം കോൺഗ്രസ് പുനലൂരിൽ മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ സീറ്റ് ധാരണയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെയും അവസാന ഘട്ടത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ പുനലൂർ മണ്ഡലത്തെ കോൺഗ്രസ് നേതൃത്വം തഴയുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പുനലൂർ അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും പുനലൂർ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പുനലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നെൽസൺ സെബാസ്റ്റ്യനും പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലെ പ്രവർത്തകരും പുനലൂരിൽ വോട്ട് അഭ്യർത്ഥിച്ച് പ്രകടനം നടത്തി. ജനപ്രിയൻ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ഈ നാട്ടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രീയ നേതാവ് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെയായി കടന്നു വരുന്നു. നെൽസൺ സെബാസ്റ്റ്യൻ തന്റെ സഹപ്രവർത്തകരുമായി നിങ്ങളെ നേരിൽ കണ്ട അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത പ്രിയങ്കരനായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറില്ലെന്നും നെൽസൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. കോൺഗ്രസ് വേറോട്ടുള്ള മണ്ഡലമാണ് പുനലൂർ. അത് ഘടകകക്ഷികൾ കൊടുത്തു. ഞാൻ ഘടകകക്ഷികളെല്ലാം മാനിക്കുന്നു. കൊടുത്തു, അവർക്ക് 2 വർഷം കൊടുത്തു. വലിയ പരാജയമല്ലേ ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ 16 വോട്ടിന് ഭൂരിപക്ഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ കിട്ടി. നമ്മുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു, പുനലൂർ മണ്ഡലം ഇന്ന് ഒരാൾ മത്സരിക്കുന്നെങ്കിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ വാക്ക് പാലിക്കണ്ടേ? ആ വാക്ക് പാലിക്കാത്തതിനാണ് ഞങ്ങൾ കോൺഗ്രസ് ഐക്യേണ്ടതെടുത്ത തീരുമാനം. പുനലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യേണ്ടതെടുത്ത തീരുമാനമാണ് ഒരാളെ മത്സരിപ്പിക്കാൻ. അത് ഞാനോ വേറൊരു വ്യക്തിയോ. ഇനി കോൺഗ്രസ് നേതൃത്വം പറയുന്ന നെൽസൺ സെബാസ്റ്റ്യൻ മാറി നിന്ന് വേറൊരു മത്സരം 2 വഴിയോട് ഞങ്ങൾ സ്വീകരിച്ച് മത്സരിപ്പിക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ വിവിധ സ്ഥാനാർത്ഥിയല്ല. എന്റെ ശരീരത്തിലോടുന്ന കോൺഗ്രസിന്റെ രക്തമാണ്. ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പതാകയാണെന്ന് വേണ്ടത്. ഞാൻ വിധവനല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടോ? ഞാൻ മത്സരിച്ചാൽ ഞാൻ വിധവനാകും. ഞാൻ വിധവനല്ല. ഞാൻ ഭിന്നമില്ല. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രദേശം, ഈ നാട്ടിലെ, ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഐക്യാണ്ടെന്ന് തീരുമാനമെടുത്താണ് എന്നെ മത്സരിപ്പിക്കാൻ. അത് ഞാൻ നിറവേറ്റിയിരിക്കും. നിലവിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി C അജയപ്രസാദ് 2ാം ഘട്ട പ്രചാരണം ആരംഭിച്ച സാഹചര്യത്തിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കടുത്ത സമ്മർദ്ദത്തിലാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.